ഹലോ, ഞാനിന്ന് ഉത്തുമിയുടെ ക്ലാസ്സിൽ എൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ടോപ്പിക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ലൈഫ് എങ്ങനെ ഭംഗിയാക്കാം എന്നുള്ളതിൻ്റെ 5 സ്റ്റെപ്പ്, 5 ഈസി സ്റ്റെപ്പാണ്. 5 സ്റ്റെപ്സായിട്ട് എങ്ങനെയാണ് നമുക്ക് ഭംഗിയാക്കാം എന്നുള്ളത് നോക്കാം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആണോ? ചിലർ പറയണത് എന്താണെന്നറിയോ, ജീവിതോ എന്തൊരു ഹോറിബിൾ ആണെന്നറിയോ, ഇത്രയും കഷ്ടപ്പാടുള്ള ജീവിതം എനിക്ക് എന്തിനാണ് തന്നത്? ജീവിക്കണമെങ്കിലേ കാശ് വേണം. കാശില്ല. കാശിട്ടാണ്ട് നെട്ടോട്ട് ഓടുകയാണ്. അതിൻ്റെ ഇടയിൽ എൻജോയ് ചെയ്ത് ജീവിക്കാനൊന്നും പറ്റില്ല. നീ എന്തീ പറയണേ? ഫാമിലി നോക്കണം, എന്തോരം കാര്യങ്ങളുണ്ട് അല്ലേ? അതിൻ്റെ ഇടയിൽ കൂടെ ഈ ലൈഫ് ഈസ് സോ ബ്യൂട്ടിഫുൾ എന്നുള്ളത് പറഞ്ഞിട്ട് എന്ത് കാര്യ? ഒരു കാര്യമില്ല. അപ്പൊ അങ്ങനെയല്ല, ശരിക്കും ജീവിതം നല്ല ഭംഗിയാണ്. ജീവിതം എപ്പോഴും എൻജോയ് ചെയ്തിട്ട് വേണം ഇരിക്കാൻ. 5 ഈസി സ്റ്റെപ്സ് ആണ് ഞാൻ പറയണേ. 5 ഈസി സ്റ്റെപ്സ് കുറിക്കാം മനസ്സിൽ. ശരിയാണെങ്കിൽ മനസ്സിൽ വയ്ക്കുക, അല്ലെങ്കിൽ ആദ്യത്തെ പോയിന്റ്, പ്രഷ്യസ് ടൈം, നോ വേസ്റ്റേജ്. സമയം ഇമ്പോർട്ടൻ്റ് ഘടകമാണ് നമ്മുടെ ജീവിതത്തിൽ. ആരോടെങ്കിലും ചോദിക്കുമ്പോൾ അയ്യേ എനിക്ക് സമയമില്ല, എന്തെങ്കിലും ഹോസ്പിറ്റലൈസ്ഡ് കാര്യങ്ങൾ എനിക്ക് സമയമില്ല കേട്ടോ അതിനങ്ങോട്ട് വരാൻ, എനിക്ക് സ്കൂളിൻ്റെ കാര്യമാണ്, എനിക്ക് അതിന് സമയമില്ല, എനിക്ക് അത് ചെയ്യാനുണ്ട്, എനിക്കിത് ചെയ്യാനുണ്ട്, എനിക്ക് അങ്ങോട്ട് പോകണം, എനിക്ക് പഠിക്കണം, എനിക്ക് ജോലിയുടെ കാര്യത്തിൽ അതിൻ്റെ സ്ട്രെസ് വേറെ, എനിക്ക് അതിൻ്റെതായ വേറെ ടെൻഷൻസ് ഉണ്ട്, എനിക്ക് സമയമില്ല. ഒന്നിനും ആൾക്കാർക്ക് സമയമില്ല അല്ലേ? ഒരു ചെറിയ കാര്യത്തിനാണെങ്കിലും ആൾക്കാർക്ക് സമയമില്ല ഈ കാലത്ത്. നിങ്ങളൊരു കാര്യം ചെയ്യാം. 24 മണിക്കൂറാണ് ഒരു ദിവസം. ആ 24 മണിക്കൂറിൽ രാവിലെ ഒരു ഹാഫ് ആൻ അവർ എടുക്കുക, രാത്രി ഒരു ഹാഫ് ആൻ അവർ എടുക്കുക. ടോട്ടൽ 1 മണിക്കൂറാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ജീവിതത്തിലെ ഒരു ദിവസം 24 മണിക്കൂർ, അതിൽ 1 മണിക്കൂറാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ആ 1 മണിക്കൂറിൽ ഞാൻ പറയണത് നിങ്ങൾക്ക് ചെയ്യാവോ? നിങ്ങൾ ആ 1 മണിക്കൂറിൽ ഹാഫ് ആൻ അവർ രാവിലെയും ഹാഫ് ആൻ അവർ രാത്രി എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ രാവിലത്തെ ഹാഫ് ആൻ അവറിൽ ഒറ്റയ്ക്കിരിക്കുക. ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നും വേണ്ട കയ്യിൽ. TV വേണ്ട, ഫോൺ വേണ്ട, കമ്പ്യൂട്ടർ വേണ്ട, ലാപ്ടോപ്പ് ഒന്നും വേണ്ട. ആരും കൂടെ ഇരിക്കണ്ട, ഒറ്റയ്ക്കിരിക്കുക. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ചുറ്റിലും നോക്കാം. എട്ടുകാലികളൊക്കെ എങ്ങനെയാ അവരുടെ വീട് പണിയണമെന്ന് നോക്കിയിട്ടുണ്ടോ? എത്ര ക്ഷമയോട് കൂടിയിട്ടാ ശ്രദ്ധിക്കുക. ഉറുമ്പുകളൊക്കെ എങ്ങനെയാ ആദ്യം പോയ ആളുടെ പിന്നാലെ തന്നെ പോണേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ ചുറ്റും ശ്രദ്ധിക്കുക. പുറത്ത് നോക്കുക. പക്ഷികളൊക്കെ അവിടെ കൂട്ടത്തോടുകൂടെ പറന്ന് നടക്കുന്ന കണ്ടോ? ചിലവർ ഒറ്റയ്ക്ക് പറക്കും, ചിലർ കൂട്ടത്തോടെ പറക്കും. ആകാശം നോക്കുക, ആകാശത്തെ മേഘങ്ങളെ നോക്കുക. എത്ര ഭംഗിയാണ്, എത്ര കളർഫുള്ളാണ്. നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ ഡെയിലി ഹാഫ് ആൻ അവർ എടുക്കുക. ഹാഫ് ആൻ അവർ എടുത്തിട്ട് ഈ കാര്യങ്ങളൊക്കെ നോക്കുക. ഒരു സാധനം കയ്യിൽ വേണ്ട, ഒരു ഇൻഫ്ലുവൻസും വേണ്ട. ചുറ്റിലും ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും കിട്ടുന്നത്. നിങ്ങളുടെ ചുറ്റും നിങ്ങൾ അരമണിക്കൂർ ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ, ശാന്തമായിട്ടിരുന്ന് നോക്കിക്കഴിഞ്ഞാൽ, കുറച്ച് കഴിയുമ്പോൾ കണ്ണടയ്ക്കുക. കണ്ണടച്ച് നോക്കും. നിങ്ങൾ കേൾക്കുന്നത് മാത്രം ശ്രദ്ധിക്കുക.
നിങ്ങൾക്ക് കാറ്റിൻ്റെ ഒക്കെ ഫീൽ ചെയ്യുക, പ്രകൃതിയോട് ഇണങ്ങുക, സ്മെല്ല് ചെയ്യുക കണ്ണടച്ചിട്ട്. നല്ല രസമാണ് നമ്മളുടെ പ്രകൃതി മൊത്തം, നമ്മളുടെ ചുറ്റുപാട്. അരമണിക്കൂർ ഇത് രാവിലെ ചെയ്യാം, രാത്രിയുള്ള അരമണിക്കൂറും ഇതേപോലെ തന്നെ. നക്ഷത്രങ്ങളെയൊക്കെ കാണാൻ എന്ത് രസമാണ്. എപ്പോഴേലും ആലോചിച്ചിട്ടുണ്ടോ? ചന്ദ്രനെ നോക്കൂ, രാത്രി ഇങ്ങനെ നടക്കുക, എന്തൊരു തണുപ്പായിരിക്കും. ആലോചിച്ചിട്ടുണ്ടോ? ഒരു അരമണിക്കൂർ മാറ്റി വെച്ചിട്ട് അങ്ങനെ ചെയ്യുക ദിവസവും. നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും നമ്മളുടെ മേത്ത് കിട്ടുന്നത്, ശരീരത്തിന്. നിങ്ങൾ ചെയ്ത് നോക്കൂ, ഞാൻ ഗ്യാരണ്ടി പറയുന്നു, നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും. രണ്ടാമത്തത്, ഇലക്ട്രോണിക് ഐറ്റംസ് റെഡ്യൂസ് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി യു വിൽ ഗെറ്റ് ഹാപ്പിനെസ്. ഇലക്ട്രോണിക് ഐറ്റംസ് പണ്ടത്തെ ആൾക്കാരൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടെക്നോളജി ഇമ്പ്രൂവ് ആവുന്നതുകൊണ്ട് നമുക്കിപ്പോൾ മൊബൈൽ മാറി, ടാബ് കിട്ടി, ലാപ്പ് കിട്ടി, എന്തൊക്കെയാണ്, ടി വി, എന്തൊക്കെ ഇലക്ട്രോണിക് ഐറ്റംസാണ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഡെയിലി നമ്മൾ എന്തോരം ഇലക്ട്രോണിക് ഐറ്റംസ് യൂസ് ചെയ്യണേ. ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഞാൻ ഒരു പ്രാവശ്യം ആലോചിച്ചപ്പോൾ. എല്ലാം എളുപ്പമാണ്. ടെക്നോളജി കൂടുന്തോറും നമുക്ക് അത്രയും ഈസി ലൈഫ് ആവുകയാണ് നമ്മുടെ ജീവിതം. നമ്മൾ അത്രയും മടിയന്മാരാവുകയാണ്. ആലോചിക്കും, ഈ ടി വിയിൽ വരുന്ന സീരിയൽസും കണ്ടുകൊണ്ടിരിക്കുന്ന വീട്ടമ്മമാർ, നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അവരവരുടെ ഭാഗമാണ്, അവരവരുടെ കാശിനുള്ള വരുമാനമായിട്ടാണ് അവരൊരു സീരിയൽ നടത്തുന്നത്. അതിലുള്ള പ്രോഗ്രാംസ്, സീരിയൽസ് ആവട്ടെ, സിനിമ ആവട്ടെ, വരുമാന മാർഗം അല്ലേ? അതെല്ലാം കണ്ടിട്ട് നമ്മൾ നമ്മളുടെ ജീവിതം അനുസരിച്ച് അങ്ങനെ പോകാൻ പറ്റുമോ? ടി വി, പിന്നെ മൊബൈലില് സോഷ്യൽ മീഡിയാസ് നിറയുണ്ട്. പണ്ട് മാർക്ക് സക്കർബർഗ് എന്നപ്പോൾ മാർക്ക് സക്കർബർഗിന് ഫേസ്ബുക്ക് തുടങ്ങാനുള്ള മോട്ടീവ് എന്താണെന്ന് വെച്ചാൽ, ആൾക്ക് വേൾഡ് എല്ലാം ഒരു കൊടക്കീഴിൽ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. വേൾഡ് ഇൻ അണ്ടർ വൺ അംബ്രല്ല, അതായിരുന്നു മോട്ടീവ്. അതാണ് മാർക്ക് സക്കർബർഗിന്റെ ഫേസ്ബുക്ക് ഉണ്ടാക്കാനുള്ള മോട്ടീവ്. ഫേസ്ബുക്ക് കഴിഞ്ഞിട്ടിപ്പോൾ വാട്സാപ്പ് വന്നു. വാട്സാപ്പ് ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് പിക്ചർ അയച്ചു കൊടുത്ത് അങ്ങോട്ട് പിക്ചർ അയച്ചിട്ട് വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും സൗണ്ട് ഷെയറിങ്, വോയിസ് നോട്ട്സ്, എന്തൊക്കെ ഫീച്ചേഴ്സാണ് സോഷ്യൽ മീഡിയാസിലുള്ള. പോസിറ്റീവ് ഉണ്ട്, നെഗറ്റിവിറ്റിയും ഉണ്ട്. ഫേസ്ബുക്കിനും വാട്സാപ്പിനും, ഇവൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോൺസിന്, നമ്മൾ ഗൂഗിളിൽ ബ്രൗസ് ചെയ്യുന്ന സൈറ്റ്സിൽ, എല്ലാത്തിലും ആർക്കെങ്കിലും ഒക്കെ ഒരു വരുമാന മാർഗം ഉണ്ടാവും. അതിന് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉള്ള ഉണ്ട്. നമുക്ക് അതല്ല നമ്മുടെ ടോപ്പിക്. നമ്മളുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ റെഡ്യൂസ് ഇലക്ട്രോണിക് ഐറ്റംസ്. ജീവിതത്തിൽ മൊബൈലൊന്ന് മാറ്റി ഒരു ദിവസം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യും. മൊബൈൽ മാറ്റിയിട്ട് വീട്ടുകാരോട് സംസാരിച്ചിരിക്കുക, വീട്ടുകാരോട് സമയം ചെലവഴിക്കുക, നമ്മളുടെ ചുറ്റിലുള്ളവരുടെ അടുത്ത് സമയം ചെലവഴിക്കുക. അങ്ങനെയൊന്ന് ചെലവഴിച്ച് നോക്കും ഒരു ദിവസം. ഞാൻ ഒരു ദിവസം പറയാനുള്ളത്, ഈവൻ ഓഫീസിലാണെങ്കിൽ ഓഫീസിലുള്ളവരുടെ അടുത്ത് കുറച്ച് നേരം മൊബൈൽ മാറ്റിയിരിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും സംസാരിച്ചിരിക്കുമ്പോൾ ഇപ്പോൾ ഫോൺ വെച്ച് ഇങ്ങനെ കുത്തി അങ്ങനെ ആർക്കിഷ്ടാവില്ല. ആർക്കിഷ്ടാവുക എന്നല്ല, നമുക്ക് സംസാരിക്കേണ്ട ഒരു, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിൻ്റെ ഒരു സന്തോഷം, മനസ്സറിഞ്ഞ് സംസാരിക്കേണ്ട ഒരു ഇത് അത് കിട്ടില്ല. അതങ്ങനെയാണ്. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ ഫോൺ യൂസ് ചെയ്യാണ്ടൊന്നിരിക്കുക. എളുപ്പമാണ്. ഫോണിലൊക്കെ ഇപ്പോൾ ഒന്ന് നമുക്ക് കഴിഞ്ഞാൽ ഫുഡ് ഇവിടെ എത്തും, വണ്ടി ഇവിടെ എത്തി, ഞാൻ ഓഫീസിൽ പോവാ, വണ്ടി വന്നു. നമുക്ക് വീട്ടു സാധനങ്ങളൊക്കെ ഇപ്പം ഓർഡർ ചെയ്യാം ഫോണിൽ നിന്ന്, കുത്തി അതാ വന്നു,
ഓർഡർ ചെയ്തു, വന്നു, ഫുഡ് കിട്ടി, വണ്ടിയും വന്നു. ഓ, എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ ടെക്നോളജീസ്. അതൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ ഫുൾ ടൈം ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നതും ആൾക്കാരുടെ അടുത്ത് സംസാരിച്ച് ഇടപഴകിയിരിക്കുക, അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം അതൊന്ന് വേറെയാണ്. അപ്പോൾ reduce electronic items. Happiness will come to you automatically. എൻ്റെ തേർഡ് പോയിന്റ് ആണ് ലൈഫ് ഫ്രീ, സ്ട്രെസ് ഫ്രീ. ഒരു 10 വയസ്സായ കുട്ടി മുതൽ ജീവിതം അവസാനിച്ച് ബെഡിൽ കിടക്കുന്ന അപ്പൂപ്പന്മാർക്ക് വരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമാണ് സ്ട്രെസ്. നമ്മളുടെ ബോഡിയിൽ അൺവാണ്ടഡ് ഹോർമോൺസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യും. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അത്? ഈ സ്ട്രെസ് കാരണം. ഒരു 10 വയസ്സായ കുട്ടിയുടെ അടുത്ത്, അവൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, നിനക്ക് എന്തിനാണ് സ്ട്രെസ്? അപ്പോൾ അവൻ പറയും, എനിക്ക് എക്സാമാണ് നാളെ, എക്സാമിന് ഞാനൊന്നും പഠിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അന്ന് എക്സാം ആണെങ്കിൽ അവൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, എക്സാമിനൊന്നും പഠിച്ചിട്ടില്ല, എക്സാമിന് പഠിച്ച് മാർക്ക് കിട്ടിയിട്ട് മാർക്ക് കുറവാണെങ്കിൽ അമ്മ വഴക്ക് പറയും. ഇതാണ് ഈ ചെറിയ പയ്യൻ്റെ സ്ട്രെസ്. മറിച്ച് വീട്ടിലമ്മയാണെങ്കിലോ, വീട്ടിലിരിക്കുന്ന അമ്മ, അയ്യോ അവന് പഠിച്ച് പാസ്സാവോ, പാസ്സായിട്ട് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിനെക്കായും കുറവ് മാർക്ക് കിട്ടുമോ, ദൈവമേ അതിനൊക്കെ ഒരു മാർക്കെങ്കിലും കൂടിയാൽ മതി, ഒരു മാർക്കെങ്കിലും കൂടിയാൽ മതി. പഠിക്കണതൊക്കെ കണ്ടു, എന്നാലും അവൻ എന്തെഴുതും വീട്ടില്. പിന്നെ ജോലിക്ക് പോണവരാണെങ്കിലോ, വീട്ടിലിരിക്കുമ്പോൾ ഓഫീസിലെ കാര്യം ബോസ് എന്ത് പറയും, ഓഫീസിലിരിക്കുമ്പോൾ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വീട്ടിലെന്താ ഉണ്ടാക്കുക ഫുഡ്, ഞാൻ എത്തുന്നതിന് മുന്നേ ഹസ്ബൻഡ് എത്തുമോ, അങ്ങനെ ഒരു ചോദ്യം. ഇനിയിപ്പോൾ ഞാൻ രാത്രി ക്യാബിലാണ് ബസ് പിടിച്ചു പോകണോ, എന്തൊക്കെ അറിയണം. അതിനുശേഷം ഹസ്ബൻഡ് ആണെങ്കിൽ ഈ മാസം സേവിങ്സ് കയ്യിൽ വയ്ക്കുക, കുറച്ച് സേവ് ചെയ്തിട്ട് നാട്ടിൽ പോയി വീട് പണിത് സ്റ്റാർട്ട് ചെയ്താലോ. നാട്ടിൽ വീട് വയ്ക്കണം, ഇവിടെ വീട് വയ്ക്കണം. കുട്ടികളുടെ ഫീസ്, ജോലിയുടെ കാര്യം, ഇനി എനിക്ക് പ്രൊമോഷൻ കിട്ടുമോ, പ്രൊമോഷൻ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര മെനക്കെടായിരിക്കും, പിന്നെ അടുത്ത ജോലി തപ്പണ്ടേ. ഇപ്പോൾ വീട് പണിയാം, വീട് പണിയാനാണെങ്കിൽ ഇപ്പോൾ എത്ര സ്ക്വയർ ഫീറ്റ് എടുക്കണം, സ്ക്വയർ ഫീറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്ലാൻ അതിൻ്റെ ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് പറയണം, ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് എത്രയാണ് ഫുൾ വരിക, കാശിൻ്റെ കാര്യം, കാശ് അത് ഏത് ബാങ്കിൽ പോകണം ലോൺ എടുക്കാൻ, ലോൺ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റോ, ഏത് ബാങ്കിലേക്ക് ഏറ്റവും കുറവ് ഇൻട്രസ്റ്റ്, അങ്ങനെ അങ്ങനെ തന്നെ ബ്ല 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 അത് കൊണ്ടിരിക്കും. സ്ട്രെസ് കിട്ടാനാണോ കാര്യം? എന്തോരം കാര്യങ്ങളുണ്ട് സ്ട്രെസ്സിന്. എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായി നിങ്ങൾ ചിന്തിക്കുന്നത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായി ചിന്തിക്കുന്നത്? ഇതൊക്കെ എന്തിനാ? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സ്ട്രെസ് എടുക്കുന്നത്? സ്വന്തമായിട്ട് ലവ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക, ടെൻഷൻ ഫ്രീ ആവുക. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെക്കുക, ഞാൻ എന്തിനും ഇങ്ങനെ അനാവശ്യമായി ടെൻഷൻ അടിക്കേണ്ട ആവശ്യം? ഓരോരുത്തർക്കും അവനവൻ ജീവിക്കേണ്ടതില്ലേ? സന്തോഷമായിട്ട് ജീവിക്കുക. മറ്റുള്ളവരെക്കാളും ആലോചിച്ചിട്ട് അപ്പുറത്തെ വീട്ടിൽ എന്താ നടക്കുന്നത്, ഈ സൈഡിൽ എന്താ നടക്കണേ, അവരുടെ മകൻ എന്താ ചെയ്തത്, ഇവരുടെ മകൻ എന്താ ചെയ്തത്, പോട്ടെ അവരുടെ മകൾ എന്താ ചെയ്തത്, അങ്ങനെയൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നോക്കാം, നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതനുസരിച്ച് ജീവിക്കുക. ലൈഫ് വിൽ മൂവ്. നിങ്ങൾ എന്ത് ടെൻഷൻ അടിച്ചാലും ഇല്ലെങ്കിലും ലൈഫ് വിൽ മൂവ്. അല്ലാണ്ട് ടെൻഷൻ അടിച്ച അയ്യോ എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയാലും എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നുള്ളതിൻ്റെ ചിന്തകൾ ഇപ്പോൾ വരണ്ട. നിങ്ങൾ ആ സമയത്ത് ചെയ്യേണ്ടത് ആ സമയത്ത് ആലോചിക്കുക. അല്ലാണ്ട് നാളെ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ കാര്യം ഇന്നേ ആലോചിക്കുന്ന ടെൻഷൻ അടിക്കണം ഞാൻ ചോദിക്കുകയാണ്. ആവശ്യമുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ സ്വയം ബോഡീനെ ആയിരിക്കും
കേടുവരുന്നുണ്ടാവുക. നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണത്. എൻജോയ് യുവർ സെൽഫ്. സ്നേഹം, നിങ്ങളെ തന്നെ സ്നേഹിക്കുക. ഒരിക്കലും ഒരാളിനെ കമ്പയർ ചെയ്യാണ്ടിരിക്കുക. ഉള്ളത് കൊണ്ട് ജീവിക്കുക. നിങ്ങളായിട്ട് എന്തിനുണ്ടാക്കണം? ഫുഡ് കഴിക്കുക, അതല്ലേ ഇമ്പോർട്ടൻ്റ്. നിങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കുക. ആ കാശും കൊണ്ട്, നിങ്ങളുടെ വേർപ്പിൽ നിന്ന് കിട്ടിയ കാശും കൊണ്ട് നിങ്ങൾ ഫുഡ് കഴിക്കുക. അവനവൻ പണിയെടുത്ത് ഇരിക്കട്ടെ. അങ്ങനെ ചിന്തിച്ചൂടെ നിങ്ങൾക്ക്? അവനവൻ പണിയെടുക്കുന്ന കാശിൽ അവനവൻ തന്നെ ജീവിക്കട്ടെ. എന്താ നടക്കില്ലേ അത്? ഇലക്ട്രോണിക് ഐറ്റംസ് യൂസ് ചെയ്യാതെ സമയം മാറ്റിവെച്ച് സ്ട്രെസ് ഫ്രീ ആയി കുടുംബത്തോടുകൂടെ സമയം ചിലവഴിക്കുക. ഹാപ്പി ആയിരിക്കും. മനസ്സ് പങ്കിടാൻ പറ്റും. ഒരിക്കലും ഒരു ആള് ഒന്നും ഹൈഡ് ചെയ്യില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. സമയം മാറ്റിവെക്കുക. സ്ട്രെസ് ഫ്രീ ആയിട്ട്, ഹാപ്പി ആയിട്ട് പറ്റുന്നതാണ്. ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുക. സ്ട്രെസ് ഫ്രീ, ലൈഫ് ഫ്രീ. അപ്പൊ എന്റെ 4th പോയിന്റിലേക്ക് വരാം. ഒന്നുകൂടെ നമുക്ക് റിവേഴ്സ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്തായിരുന്നു? റെഡ്യൂസ് ഇലക്ട്രോണിക് ഐറ്റംസ്. സെക്കൻഡ് വൺ, time, precious time, no wastage. Third one, stress free, life free. And fourth one, no cash, no life. It's a myth. ക്യാഷ് ഇല്ലെങ്കിൽ, ക്യാഷ് കയ്യിലില്ലെങ്കിൽ എന്താ, ജീവിച്ചൂടെ? പുറത്തിറങ്ങി നോക്ക്, എത്ര പാവപ്പെട്ടവനാ ജീവിക്കണില്ലേ? എനിക്ക് താജിലെ ഫുഡേ പറ്റുള്ളൂ, എനിക്ക് മാരിഡിലെ ഫുഡേ പറ്റുള്ളൂ, എനിക്ക് ചൈനീസ് ഫുഡൊക്കെ പറ്റുള്ളൂ, ഞാൻ അവിടെയൊക്കെ സ്റ്റേ ചെയ്യുക, ഞാൻ ബെൻസിലേ പോവുള്ളൂ, BMW പോലും. അയ്യേ മാരുതി 800 സൈക്കിളേ, അയ്യേ ഞാനൊന്നുമില്ല. എന്താ പൊക്കൂടെ? മനുഷ്യനല്ലേ? ഈ പറയണ ചെയ്തൂടെ? ഈ പറയണ കാശുകൾ മൊത്തം വെച്ചിട്ട് അങ്ങോട്ട് എന്തിനാ അത്യാഗ്രഹമായിട്ട് ഇരിക്കുന്നു? ഒരിക്കലും വരവിനേക്കാൾ കൂടുതൽ ചെലവാക്കരുത്. അതും പോട്ടെ, ജീവിതം കാശില്ലെങ്കിലില്ല എന്നാ പറയണത്. വെറും മണ്ടത്തരാണ്. നല്ല നല്ല ഡ്രസ്സ്, നല്ല വസ്ത്രങ്ങള്, നല്ല ഫുഡ്, നല്ല കാറ്, നല്ലത് അങ്ങനെയൊന്നും ഇല്ല. എല്ലാം നല്ലതാണ്. ഇഫ് നമ്മളുടെ മനസ്സ് ഹാപ്പി ആയിട്ടുണ്ടെങ്കിൽ BMW പോണ ഒരാൾക്ക് 800 പോവാം. 800 ഇരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും BMW അത്യാഗ്രഹമാണ്. അതിനു വേണ്ടിയിട്ട് കൊല്ലലും കൊലപാതകങ്ങളും നാട്ടിൽ നടക്കുന്ന എല്ലാ ക്രൈംസിനും കാരണം ഈ അത്യാഗ്രഹമാണ്. ഒരിക്കലും അത്യാഗ്രഹിക്കരുത്. അത്യാഗ്രഹം വേണ്ട. ജീവിതത്തിൽ നിന്ന് സ്ട്രിക്റ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ടതാണ് അത്യാഗ്രഹം. ഉള്ളത് വെച്ചിട്ട് ജീവിക്കാം. ഉള്ളത് വെച്ചിട്ട് ജീവിച്ച് പോവാം. ഒരിക്കലും അത്യാഗ്രഹിക്കരുത്. വളരെ വളരെ ചീത്തയായ ഒരു സ്വഭാവമാണത് അത്യാഗ്രഹം. അത് കാരണം പലപ്പോഴായിട്ട് പല രീതിയിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊന്നും ആവരുത്. ക്യാഷ് ഇല്ലെങ്കിൽ ഉള്ളത് വെച്ചിട്ട് ജീവിക്കുക. അതാണ് എൻ്റെ 4th പോയിന്റ്. എൻ്റെ ലാസ്റ്റ് പോയിന്റ്, ലൈഫ് ബ്യൂട്ടിഫുൾ ആവാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സ്പ്രെഡ് ലവ്, സ്പ്രെഡ് പോസിറ്റിവിറ്റി. സ്നേഹിക്കുക, മനസ്സറിഞ്ഞ് സ്നേഹിക്കുക. എല്ലായിടത്തും പോസിറ്റിവിറ്റി ഉണ്ടാവും. ആവശ്യമില്ലാത്ത ഒരു കാര്യവും മനസ്സിൽ വെക്കരുത്. പ്രകൃതിയും മനുഷ്യരെയും എല്ലാവരെയും സ്നേഹിക്കാം.
പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുക. നെഗറ്റീവ് കാര്യങ്ങളൊന്നും വേണ്ട. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈഗോ വേണ്ട. ഈഗോ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈഗോ വേണ്ട. അത്യാഗ്രഹം ഒരിക്കലും ഡേഞ്ചറസ് ആണത്. ഒന്നിനും അത്യാഗ്രഹിക്കരുത്. ഉള്ളത് വെച്ച് ജീവിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മളെപ്പോഴും സാഡ് ആണെങ്കിൽ ഒരു സ്മൈൽ ഒരിക്കലും ഒരാളുടെ മുഖത്തുനിന്ന് വീഴുകയാണെങ്കിൽ എത്ര നല്ല പോസിറ്റീവാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഏതൊരു പാവപ്പെട്ടവനും നമ്മളുടെ മുന്നിൽ ഭിക്ഷ യാചിക്കുമ്പോൾ അയാൾക്ക് ഒരു പുഞ്ചിരി തൂകിയിട്ട് ഭിക്ഷ കൊടുക്കുകയാണെങ്കിൽ ആളുടെ മുഖത്ത് വരുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതൊന്ന് വേറെയാണ്. സ്പ്രെഡ് ചെയ്യുക, എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവർക്കും പോസിറ്റിവിറ്റി മാത്രം ആഗ്രഹിക്കുക, എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആഗ്രഹിക്കുക. അതിനുവേണ്ടി നമുക്ക് പറ്റാവുന്ന എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കുക. അല്ലാണ്ട് ഞാൻ ഇന്നിപ്പോൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവൻ പ്രൊമോട്ടഡ് ആവും, അങ്ങനെയല്ല ചിന്ത വേണ്ടത്. അവനും വളരട്ടെ. ഒരുവന് ഞാൻ ജോലി കൊടുക്കുകയാണ്, ജോലി കൊടുത്ത് അവൻ എന്നെക്കാളും മേലെ ആവോ? ഇല്ല. അങ്ങനെ ചിന്തിക്കേണ്ട. അവൻ മേലെ ആവട്ടെ, അവൻ അവൻ്റെ ഭാഗം ചെയ്യട്ടെ. അങ്ങനെ ചിന്തിക്കുക. മറ്റുള്ളവർക്ക് നന്മ വരട്ടെ എന്ന് മനസ്സിൽ വരുത്താം. നന്മ മാത്രം ചെയ്യാം. അപ്പം നിങ്ങൾക്കും തിരിച്ചും നന്മ കിട്ടും. സ്നേഹിക്കുക, മനസ്സറിഞ്ഞ് സ്നേഹിക്കുക, മനസ്സറിഞ്ഞ് സഹായിക്കുക. രണ്ടാമതൊരാൾക്ക് നിങ്ങൾ മനസ്സറിഞ്ഞ് സഹായിക്കുകയാണെങ്കിൽ അതിലും വലിയ പുണ്യം വേറൊന്നുമില്ല. അപ്പം അത്രയേ ഉള്ളൂ. ആരൊക്കെയാണോ എൻ്റെ വീഡിയോ കണ്ടത്, ക്ലാസ് കണ്ടത്, അവർക്കെല്ലാവർക്കും നല്ലൊരു ജീവിതം ആശംസിക്കുന്നു. നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക. ഈച്ച് ആൻഡ് എവ്രി പേഴ്സൺ ഇസ് എ ഗോഡ്, ഇസ് എ ക്രിയേറ്റഡ് ബൈ ഗോഡ്. ഞാനിവിടെ ദൈവവിശ്വാസമൊന്നും പറയല്ല. അത് പറയുമ്പോൾ ഞാൻ അന്ധവിശ്വാസിയല്ല, പേഴ്സണലി സ്പീക്കിംഗ്. സോ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരുടെയും ലൈഫ് നല്ല സക്സസ് ആയിട്ടിരിക്കട്ടെ, ഹാപ്പി ആയിട്ടിരിക്കുക. ഈ 5 കാര്യങ്ങൾ ഫോളോ ചെയ്ത, സിമ്പിൾ 5 കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത്, ഈ 5 കാര്യങ്ങൾ ലൈഫിൽ ഫോളോ ചെയ്ത ലൈഫ് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും. സോ നിങ്ങൾ പറയുകയും ചെയ്യും. ലൈഫ് ഈസ് സോ ബ്യൂട്ടിഫുൾ. താങ്ക് യു.